ഞാനിപ്പോ വന്നത് എന്തിനാ അറിയോ? ഒരു രാജ്യസ്നേഹിനെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താനാണ്. ആരായ രാജ്യസ്നേഹി അറിയോ? സുഡാപ്പികളുടെ പേടി സ്വപ്നമായ, സംഘികളുടെ കണ്ണിലുണ്ണിയായ, മനസ്സിലായില്ലേ ഇപ്പൊ ആരാണെന്നുള്ളത്? മനസ്സിലായില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഇതിപ്പോ എന്തിനാ സംഭവം? ഞാൻ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരന്റെ അനിയത്തിയുടെ നിക്കാഹാണ്, കല്യാണാണ് നാളെ. അപ്പോ ആ കല്യാണത്തിന് അവനും അനിയത്തിയും, എന്റെ അനിയത്തിക്കുട്ടിയുടെ കല്യാണാണ് January 3 എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിക്കണു. അപ്പൊ എനിക്കറിയേണ്ടത് ഇതാ പോസ്റ്റ് ഇതാണ്, ഞാൻ കാണിച്ചു തരാം. നീലാക്കൊമ്പിലേരാപ്പാടി എന്നുമീയേട്ടെന്റെ ചിങ്കാരി. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പോ ഇവന് ഓന്റെ പെങ്ങളെ അനിയത്തിനെ ഒരു സുഡാപ്പിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക. എന്നാ എനിക്ക് സുഡാപ്പികളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഞാൻ കാണിച്ചുതരാം. ഭയങ്കര നല്ല അഭിപ്രായമാണ്. എന്താ ഉറക്കം വരുന്നു. എവിടെ ഫലസ്തീൻ അനുകൂലികൾ ജൂതർക്ക് നേരെ ഓസ്ട്രേലിയയിൽ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നു. 15 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇതിൽ നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ടത്, അതിനിപ്പോ എന്ത് ചെയ്യാൻ? ഫലസ്തീൻ അനുകൂല പച്ചവർഗീയവാദികൾ ലോകത്ത് എവിടെയാണെങ്കിലും, അത് നമ്മൾക്കിടയിലാണെങ്കിലും, അവർ അപകടകാരികളാണ് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെയുള്ള ഫലസ്തീൻ അനുകൂല പച്ചവർഗീയവാദികള് അടങ്ങി ഒതുങ്ങി മുന്നോട്ടു പോകുന്നത് നരേന്ദ്രമോദി സർക്കാരിനെ പേടിച്ചിട്ട് തന്നെയാണ്. സർക്കാർ ഒന്ന് മാറിയാൽ അറിയാം ഇവരൊക്കെ എത്രത്തോളം അപകടകാരികൾ ആയിരുന്നു എന്ന്. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. എന്താ പറഞ്ഞ മനസ്സിലായോ? ഫലസ്തീൻ അനുകൂലിച്ച എല്ലാ മുസ്ലിങ്ങളും പച്ച വർഗീയവാദി അത്രേ. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതിപ്പോ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കണ ഓനേതാ? സംഖ്യ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. അനക്ക് എന്താ ഒരു സംഖ്യനെ കൊണ്ട് കെട്ടിപ്പിച്ച? ഇത്രയും സുഡാപ്പികൾ മോശമാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ഈ സുഡാപ്പിനെ കൊണ്ട് തന്നെ എന്റെ പെങ്ങളെ കെട്ടിച്ചപ്പോ ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോൻ. അനക്ക് മുസ്ലിമില് വിശ്വാസമല്ല, സുഡാപ്പികളെ വിശ്വാസമല്ല. മുസ്ലിങ്ങൾ മുഴുവൻ രാജ്യദ്രോഹികളാണ്. എന്ത് യോഗ്യമുണ്ടോ നിനക്ക് പറയാൻ? നിന്നെയൊക്കെ മുക്കാലേക്കിട്ട് അടിക്കാൻ വേണ്ടേ? എന്റെ തന്തി തള്ളി ഏതാ വകുപ്പ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പൊ ഏതാണെങ്കിലും പുണ്യം ചെയ്ത തന്തി തള്ളിയാണ്, അതിൽ യാതൊരു സംശയമില്ല. നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പൊ ആലോചിച്ചത് അതല്ലേ, ഇവന്റെ ഈ കണ്ണുമോറും ഈ ജാതി പച്ച വർഗീയതയും കേട്ടിട്ടും ഇവന്റെ പെങ്ങളെ കെട്ടാൻ വന്ന ആ മഹാണ്ടല്ലോ, എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അന്നെ ഞാൻ തൊഴുത് ചങ്ങായി. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേൽ. എല്ലാരൊന്നും അല്ലത്, ഈ അത്രയും പുണ്യപ്പെട്ട ഒരു ചങ്ങായി ആയിരിക്കും. കാരണം എന്താ അറിയോ, നാട്ടില് വേറെ ഒരു പെണ്ണും ഇല്ലാഞ്ഞിട്ടാവൂലേ ഇപ്പൊ ഇവന്റെ പെങ്ങളെ വന്ന് കെട്ടിയിട്ടുണ്ടാവുക. ഏതായാലും നീ കുറച്ചു ദിവസത്തേക്ക് ഫോൺ ഒന്ന് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അതും ഒരു സുഡാപ്പി ആയിട്ട് ഇവനിക്ക് എന്നൊരു സംഖ്യനെ കൊണ്ടാണ് കെട്ടിപ്പിച്ചെടുത്താൽ മതി. ഓനിക്ക് താല്പര്യമില്ല, അതിന് സംഖ്യകൾ എനിക്ക് പറ്റൂല. ഓനിക്ക് റീച്ച് ഉണ്ടാക്കാനും ആളാകാനും മാത്രം മതി സംഖ്യകളെ, അല്ലാതെ കുടുംബത്തിൽ കയറിയിട്ടോ അല്ലെങ്കിൽ കെട്ടിച്ചാനോ ഒന്നും പറ്റൂല. എങ്ങനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് തെറി വിളിക്കും. തൽക്കാലം ഇത്രയും മതി.